എക്സലൻറ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച നമ്മുടെ ഈ ചാനൽ വിവിധ കാരണങ്ങളാൽ വിദ്യാഭ്യാസം മുടങ്ങി തുടർ പഠനം ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്ക് എത്തിക്കുന്നതിനായി ഈ വീഡിയോകൾ ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് സോഷ്യൽ നെറ്റ്വർക്കാണ്. എന്താണ് സോഷ്യൽ നെറ്റ്വർക്ക്? വ്യക്തികൾ, ഗ്രൂപ്പുകൾ, കൂട്ടായ്മകൾ എന്നിവ തമ്മിലുള്ള സാമൂഹിക ബന്ധങ്ങളിലെ വ്യക്തമായ രീതിയിലുള്ള ബന്ധത്തെയാണ് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബശ്രീ സംവിധാനം ഒരു നല്ല സോഷ്യൽ നെറ്റ്വർക്കാണ്. 1930കളിലാണ് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന പദം ആദ്യമായി പ്രയോഗത്തിൽ വന്നത്. സാമൂഹിക ശാസ്ത്രജ്ഞർ സാമൂഹിക ബന്ധങ്ങളെ വിവരിക്കാൻ വെബ്, ഫാബ്രിക് തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ചിരുന്നു. സാമൂഹിക പ്രവർത്തനത്തിൽ സോഷ്യൽ നെറ്റ്വർക്കിന് ചില സവിശേഷതകളുമുണ്ട്. ഒരു പ്രത്യേക വിഷയങ്ങളിൽ ഒരു പ്രദേശത്തെയോ വിവിധ പ്രദേശങ്ങളിലെയോ സമാന ചിന്താഗതിക്കാരായ സംഘടനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. സന്നദ്ധ സംഘടനകൾ, അതായത് വോളണ്ടറി ഓർഗനൈസേഷൻസ്, കമ്മ്യൂണിറ്റി അധിഷ്ഠിത സംഘടനകൾ, അതായത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ, സർക്കാർ ഇതര സംഘടനകൾ, അതായത് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എല്ലാം ഇത്തരത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കും. വ്യക്തമായ ഒരു രൂപരേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സംഘടനകൾ ഒരു ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അംഗബലം കുറഞ്ഞ സംഘടനകളും കൂടിയ സംഘടനകളും ഇത്തരത്തിൽ ഒരുമിച്ച് ഒരു ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അംഗബലം കുറഞ്ഞ സംഘടനകൾക്ക് അവരുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്നതിനും ഇതുവഴി സാധിക്കും. ഒരു സോഷ്യൽ നെറ്റ്വർക്കിന് ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടായിരിക്കും. ഇത്തരം പൊതു മിനിമം പരിപാടി വെച്ച് പ്രവർത്തിക്കുന്ന സംഘടനകൾക്കെല്ലാം കൂടി ഒരു പൊതു ഫണ്ടും ഉണ്ടായിരിക്കും. ഇതിലൂടെ വൈവിധ്യമാർന്ന പരിപാടികളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുകയും സോഷ്യൽ നെറ്റ്വർക്കിലെ അംഗസംഘടനകളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാൻ സാധിക്കും. ഇത്തരം സോഷ്യൽ നെറ്റ്വർക്കുകൾക്ക് ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടായിരിക്കും. ഇത്തരം സോഷ്യൽ നെറ്റ്വർക്കുകൾ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. വിഭവ സമാഹരണം, പൊതുജന അഭിപ്രായ രൂപീകരണം, ദുർബല ജനവിഭാഗങ്ങളുടെ ക്ഷേമം സംബന്ധിച്ച നടപടികൾ എന്നിവയ്ക്കുള്ള വേദികളാണ് ഇത്തരം സോഷ്യൽ നെറ്റ്വർക്കുകൾ. കൂടാതെ ഇത്തരം സോഷ്യൽ നെറ്റ്വർക്കുകൾ സാമൂഹിക സാമ്പത്തിക വികസനത്തിനും സാമൂഹിക തിന്മകളുടെ ഉന്മൂലനത്തിനും സഹായിക്കുന്നു. സാമൂഹിക പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും വളരെയധികം പ്രധാനപ്പെട്ട പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂ എന്ന പുസ്തകത്തിലെ ആദ്യത്തെ ബ്ലോക്കായ ഇൻട്രഡക്ഷൻ ടു പ്രൊഫഷണൽ സോഷ്യൽ വർക്കിലെ ആദ്യ യൂണിറ്റായ ഇൻട്രഡക്ഷൻ ടു സോഷ്യൽ വർക്ക് കൺസെപ്റ്റ്സ് പാർട്ട് 1 ചാരിറ്റി, വോളണ്ടറി ആക്ഷൻ, ശ്രമദാൻ, സോഷ്യൽ മൂവ്മെൻറ്റ്സ് ആൻഡ് സോഷ്യൽ റിഫോം, സോഷ്യൽ നെറ്റ്വർക്ക് എന്നീ പാഠങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഒരു സാമൂഹിക പ്രവർത്തന വിദഗ്ധൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയിലും ഒരു സാധാരണക്കാരൻ ഇത് ഉപയോഗിക്കുന്ന രീതിയിലും വളരെയധികം വ്യത്യാസമുണ്ട്. സോഷ്യൽ നെറ്റ്വർക്ക് സോഷ്യൽ വർക്ക് ഐച്ഛിക വിഷയമായി എടുത്തു പഠിക്കുന്ന നമ്മൾ എപ്പോഴും ഒരു പ്രൊഫഷണൽ ടച്ചോടു കൂടിയായിരിക്കണം സാമൂഹിക പ്രവർത്തന രംഗത്ത് ഇടപെടേണ്ടത്. വളരെയധികം പ്രധാനപ്പെട്ട ഒരു ബ്ലോക്കാണിത്. എല്ലാ വർഷവും ഈ ബ്ലോക്കിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പതിവായി ചോദിക്കുന്നുണ്ട്. ഓരോ ബ്ലോക്കിൻ്റെ അവസാനം അത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. എല്ലാവരും ഈ ടോപ്പിക് നല്ല രീതിയിൽ പഠിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.